തിരുവനന്തപുരം ജവഹർ നഗറിൽ വ്യാജരേഖ ചമച്ച് 1.5 കോടി രൂപ വില വരുന്ന ഒരു ആഡംബര വസതി ഒരു സംഘം ചേർന്ന് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത ഏതാനും ദിവസങ്ങളായി ചർച്ചകളിൽ നിറയുകയാണ്. ജവഹർ നഗറിലുള്ള ഡോറ അസറിയ ക്രിപ്സിൻ എന്ന വിദേശ വനിതയുടെ പേരിലുള്ള വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വീടിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഡോറ അമേരിക്കയിൽ സ്ഥിര താമസക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഡോറയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വസ്തുവിൻ്റെ കരമടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളൊക്കെ കഴിഞ്ഞ ഏറെ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വീടിൻ്റെ കരമടയ്ക്കാനെത്തിയ ഡോറയുടെ സുഹൃത്താണ് ഈ വീട് മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസിന് പരാതി നൽകുകയും അതിൻ്റെ അന്വേഷണത്തിനൊടുവിൽ വസന്ത, മെറിൻ ജേക്കബ് എന്ന ഇങ്ങനെ 2 പേർ അറസ്റ്റിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും വലിയൊരു തട്ടിപ്പും നടന്നിരിക്കുന്നുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അത് 2 പേർ മാത്രം ഉൾപ്പെട്ട ഒരു സംഘമല്ല. വ്യാജമായി പ്രമാണവും ആധാർ കാർഡും മറ്റ് രേഖകളും ഉണ്ടാക്കിയെടുത്ത് ഡോറ അസറിയ ക്രിപ്സിൻ എന്ന അമേരിക്കയിൽ ഇപ്പോൾ സ്ഥിരതാമസക്കാരിയാക്കിയിരിക്കുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥയോട് രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ സ്വദേശിനിയായ മരുതൂർ സ്വദേശിനി വസന്തയെ ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രാർ ഓഫീസിൽ രേഖകളിൽ ഒപ്പുവെപ്പിച്ചാണ് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് നടന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 പേർക്ക് പുറമെ ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ആധാർ കാർഡ് വ്യാജമായി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ കണ്ടെത്തൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മ്യൂസിയം CAയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത്. കന്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് ഇവർ ഒരു പിഴവും കൂടാതെ ആസൂത്രണം ചെയ്തത് എന്നതാണ് പോലീസിനെ തന്നെ ഞെട്ടിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയുടെ സഹായത്തോടെയാണ് രജിസ്ട്രാർ ഓഫീസിൽ ഇവർ ഒപ്പുവെച്ചിരുന്ന രേഖകളടക്കം വിരലടയാളങ്ങളടക്കം വിശദമായി പരിശോധിച്ചാണ് പ്രതികളിലേക്ക് കൃത്യമായി പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞത്. പക്ഷേ ഈ തട്ടിപ്പിന് പിന്നിലുള്ള മറ്റുള്ളവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു വീടിന് പുറമെ സമാനമായ തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന നിരവധി വീടുകൾ, ആഡംബര വസതികൾ തലസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങൾ ഇതേ സംഘം ഇതേ രീതിയിൽ വ്യാജമായി പ്രമാണവും മറ്റ് രേഖകളും ഉണ്ടാക്കിയെടുത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, കൈവശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായി പോലീസ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഈ വീട്, അതായത് ഈ വീട് ഇഷ്ടദാനം നൽകിയതാണ്. ഈ മെറിൻ ജേക്കബ് എന്ന ഇപ്പോൾ പിടിയിലായിരിക്കുന്ന യുവതിക്ക് ഇഷ്ടദാനം നൽകി ഡോറ അസറിയ ക്രിപ്സിൻ ഇഷ്ടദാനം നൽകിയതാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മറ്റ് ഇടപാടുകളൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഈ വീട് 1.5 കോടി രൂപയ്ക്ക് മെറിൻ ജേക്കബ് മറ്റൊരാൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മറച്ച് വിൽക്കുകയായിരുന്നു. ചന്ദ്രസേനൻ എന്നൊരാൾക്കാണ് ഈ വീട് വിറ്റിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം സാധാരണയായി വീടിൻ്റെ കരമടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഡോറയുടെ സുഹൃത്ത് വില്ലേജ് ഓഫീസിലെത്തുന്നത്. അങ്ങനെ ഇതിൻ്റെ കരമടയ്ക്കുന്ന നടപടികൾക്കിടയിലാണ് ആ വസ്തു മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്തു. ഇതിനടുത്തൊക്കെ വീടുകളുള്ളതാണ്, തൊട്ട് വീടുകളുണ്ട്, ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത്, അതായത് പോലീസിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉള്ള ഒരു സർവൈലൻസിലുള്ള ഒരു സ്ഥലമാണ്, ക്രൈംബ്രാഞ്ച് ഓഫീസാണ് ഇതിന് തൊട്ടടുത്ത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിദഗ്ധമായ ഒരു തട്ടിപ്പ് എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രോഗിയായ ഈ വസന്തയ്ക്കും അതോടൊപ്പം മെറിൻ ജേക്കബിനും പുറമെ മറ്റ് ചിലർക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് എത്തിയത്. ആ അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ പ്രതികൾ രക്ഷപ്പെടാൻ അത് വഴിവെക്കുമെന്നൊരു സാഹചര്യം ഉള്ളതിനാൽ അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാവില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കൃത്യമായി ഈ വ്യാജരേഖ ചമച്ചവർ ആരാണ് എന്നതിൻ്റെ സൂചനകൾ മ്യൂസിയം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന അനൗദ്യോഗികമായ വിവരങ്ങളാണ് നമുക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഡോറ അസറിയ ക്രിപ്സിൻ എന്ന വിദേശ വനിതയെ കൃത്യമായി കബളിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയതിന് പിന്നിൽ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. ക്യാമറമാൻ C. വിനോദിനൊപ്പം ഡാൻ കുര്യൻ, News 18.